ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തയ്യാറാക്കാൻ പറ്റിയ വളരെ രുചികരമായ ഒരു പുളിശ്ശേരിയുടെ റെസിപ്പിയാണ്. നമ്മുടെ ഓണം സ്പെഷ്യൽ പുളിശ്ശേരിയാണ് കേട്ടോ ഇത്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. വീട്ടിലുള്ള ചില ഇൻഗ്രീഡിയൻസ് മാത്രം മതി ആയിട്ട്. അതിനായിട്ട് ഞാനിവിടെ 2 ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അധികം അങ്ങ് പഴുത്തു പോകാത്ത ഏത്തപ്പഴമാണ്. 2 അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നമുക്ക് 4 പിളർന്നതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി വെക്കാം. ഇതിൻ്റെ അരപ്പെന്ന് പറയുന്നത് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3-4 പച്ചമുളക്, 1/2 ടീസ്പൂൺ ജീരകം, 2-3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇത് നന്നായിട്ടൊന്ന് അരച്ച് മാറ്റി വെക്കാം. ഇനിതാ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർക്കാം. പഴം ഒന്ന് വെന്ത് കിട്ടണം. അതിനാവശ്യമായ വെള്ളവും കൂടെ ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടുപ്പിലേക്ക് മാറ്റാം. സ്റ്റൗ ഓൺ ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതുവരെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം, വെന്ത് വരട്ടെ. നമ്മളിത് മൂടി വെച്ച് കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. പഴമല്ലേ, വളരെ പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും. അപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്പൂൺ വെച്ച് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. മൊത്തം ഉടയ്ക്കേണ്ട, കുറച്ച് ഉടച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ലേശം അരപ്പുള്ളം ചേർത്തിട്ടുണ്ട്. നമുക്കിതിലിനിയും മോര് ഒഴിക്കാനുള്ളതാണ്, അതുകൊണ്ട് കുറച്ച് വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അവിടെ ഇരുന്നൊന്ന് തിളച്ച് അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. അതുവരെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പം നമ്മുടെ അരപ്പൊക്കെ തിളച്ച് ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ചൂടൊന്ന് കുറഞ്ഞ് കിട്ടണം. ആ സമയത്ത് നമുക്കിതിലേക്ക് തൈരൊന്ന് ഉടച്ചതാണേ, അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് സ്റ്റൗ ഓണാക്കി ഒരു ചെറിയ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കണം. ഒരു ചെറുതായിട്ട് കുമിളകളൊക്കെ വരുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഒന്ന് സ്റ്റൗ ഓണാക്കി കൊടുക്കാം, ചൂടായി വരട്ടെ. ഇപ്പം നമ്മുടെ മോര് ഞാനൊന്ന് നോക്കി, ഉപ്പ് ലേശം കുറവായിരുന്നു. അപ്പോൾ ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ കുമിളകളൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ചെറിയ ചെറിയ കുമിളകളൊക്കെ വന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു താളിപ്പ് ചേർക്കാനുണ്ട്. അതൊരു പ്രത്യേക രീതിയിലാണ് ഞാനിത് താളിച്ചിരിക്കുന്നത്. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. കടുകും ഉലുവയെല്ലാം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതാണ് നമ്മൾ ചുവന്നുള്ളി ചെറിയ ഉള്ളിയാണല്ലോ ചേർക്കുന്നത്. ഇത് വെളുത്തുള്ളിയാണ് ഈ മോരിന് നമ്മളിത് വറുത്ത് ചേർക്കുന്നത്. അപ്പം വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം. ഈ സമയത്ത് നമുക്കിതിലേക്ക് 2-3 ഉണക്കമുളകും ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉള്ളിയും മുളകും ഒക്കെ ഒന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് അതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ താളിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്കിനി ആ കാച്ചി വെച്ചിരിക്കുന്ന മോരിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഓണത്തിന് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.